2026-ൻ്റെ സ്കോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നോർമലൈസ്ഡ് സ്കോർ സെക്വേർഡ് ബൈ കാൻഡിഡേറ്റ്സ് ഇൻ എഞ്ചിനീയറിംഗ്, ഫാർമസി ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എൻട്രൻസ് എക്സാമിനേഷൻ 2026 പബ്ലിഷ്ഡ്. സോ നിങ്ങളുടെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിലെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് മെനുവിൽ റിസൾട്ട് എന്ന് കാണാം. അതിൽ നിങ്ങളുടെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. സോ അത് പോയിട്ട് ചെക്ക് ചെയ്യാം. സോ 17th April 2026 കെമിസ്ട്രിയിൽ ഒരു ഡിലീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറക്ഷൻ ഫാക്ടർ വന്നത് 30/29 ആണ്. ആൻഡ് 19/4/2026 2 ഡിലീറ്റ് വന്നതുകൊണ്ട് 30/28ഉം 20th ഒരു ഫിസിക്സും 3 കെമിസ്ട്രി 3 മാത്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 45/44ഉം 30/27ഉം 75/72 ആണ് വരുന്നത്. പിന്നെ 21/4/2026 2 ഫിസിക്സ് 3 കെമിസ്ട്രി 3 മാത്സ് 45/43 30/27 75/72 അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 22 April ഫിസിക്സ് 2ഉം മാത്സ് 5ഉം ആണ്. അപ്പോൾ ഫിസിക്സിന് 45/43ഉം മാത്സിന് 75/70 ആണ് കറക്ഷൻ ഫാക്ടർ വരുന്നത്. ഓക്കെ, ഫാർമസി ആണെങ്കിൽ ഫിസിക്സ് 18th ഫിസിക്സിൽ ഒന്നുണ്ട്. അപ്പോൾ 30/29ഉം 19th ഫിസിക്സ് ഒന്നും കെമിസ്ട്രി ഒന്നും 30/29ഉം 45/44ഉം ആണ് വരുന്നത്. And score obtained by candidates after applying correction factor for the respective subjects are added together and subjected to normalization procedure as prescribed in prospectus clause 9.4.41. സോ അത് വെച്ചിട്ടാണ് നിങ്ങളുടെ മാർക്ക് ഇതാക്കിയിട്ടുള്ളത്. ഇപ്പം ദ റാങ്ക് ലിസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഷാൽ ബി പ്രിപ്പയർഡ് by giving equal wastage to 50-50 to the normalized score obtained in entrance examination and grade marks obtained in final year of in maths, physics, chemistry in +2. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ +2 മാർക്കും ഇപ്പോൾ ഉള്ളതിൻ്റെയും 50-50 ആണ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.